ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കോണ്ടാക്ട്സ് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ സെൻഡ് ചെയ്യേണ്ട ഡാറ്റാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നോക്കുന്നത്. സോ അതിന് ജസ്റ്റ് കോണ്ടാക്റ്റിലേക്ക് വരാം. ക്രിയേറ്റ് കോണ്ടാക്ട് ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റിന്റെ നെയിം കൊടുക്കുക. ഓക്കെ, സോ നെയിം കൊടുത്തു, ക്രിയേറ്റ്. ഓക്കെ, ക്രിയേറ്റഡ് ആയി. ഇപ്പൊ നെയിം ക്രിയേറ്റഡ് ആയി, കോണ്ടാക്ട് ലിസ്റ്റ് നെയിം ക്രിയേറ്റഡ് ആയി. ഇനി നമുക്ക് മാനുവൽ ഇമ്പോർട്ട് ചെയ്യാം. മാനുവൽ ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്പേഴ്സ് എക്സൽ ഷീറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇമ്പോർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തു. ഇത് ഇവിടെ ഞാനൊരു ഡാറ്റ സാമ്പിൾ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് അഗെയിൻ ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്കിപ്പോ നമ്മുടെ ഡാറ്റാസ് ഇമ്പോർട്ട് ആയി. ഇത് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യണമെങ്കിൽ, ഇപ്പൊ റോങ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. ക്ലിയർ ഇൻവാലിഡ് നമ്പർ കൊടുക്കാം. ഇനിയിപ്പോ കൺട്രി കോഡ് കൊടുക്കാൻ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് കൺട്രി കോഡ് എന്ന് കൊടുക്കാം. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ കൊടുത്താൽ ഇതുപോലെ, ഇപ്പൊ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് റിമൂവ് ആയിട്ടുണ്ട്. തെറ്റായിട്ടുള്ള നമ്പർ ഉണ്ടെങ്കിൽ ക്ലിയർ ഇൻവാലിഡ് കൊടുക്കുമ്പോൾ ഇപ്പൊ അത് ഇവിടെ കണ്ടു, ആ റോങ് നമ്പറും ഡ്യൂപ്ലിക്കേറ്റ് നമ്പറും ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ടു സെൻട്രൽ ലിസ്റ്റ് കൊടുക്കുക. അതിൽ മുന്നേ ഈ ഒരു കോണ്ടാക്ട് ലിസ്റ്റും നമ്മൾ സേവ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഡയറക്ട്ലി നമ്മുടെ മെസ്സേജ് പോകുന്ന ഇതിലേക്ക് വരണമെങ്കിൽ ആഡ് ടു സെൻട്രൽ ലിസ്റ്റ് കൊടുത്ത്. ഓക്കെ, ആഡ് ടു സെൻട്രൽ ലിസ്റ്റ് കൊടുത്തപ്പോൾ ആദ്യം നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ, അതിലെ കോണ്ടാക്ട്സ് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ സെൻഡേഴ്സ് ലിസ്റ്റിലേക്ക് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു കോണ്ടാക്ട് ലിസ്റ്റിലെ മെസ്സേജുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഓരോ ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള കോണ്ടാക്ട് ലിസ്റ്റും ഇവിടെ വരുന്നുണ്ടാവും. പുതിയൊരു കോണ്ടാക്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് കോണ്ടാക്ട് ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഡാറ്റാസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട്സിൽ നിന്നും അതുപോലെ നമ്പർ ഫിൽറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഫുള്ളി വാട്സപ്പ് ഇല്ലാത്ത നമ്പറും അതുപോലെ കൺട്രി കോഡ് ആഡ് ചെയ്യാനും അതെല്ലാം ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് എക്സൽ ഷീറ്റ് ഇപ്പോ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതുണ്ട്, ഇവിടെ എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്ററിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ ഒരു ഫിൽറ്റേർഡ് ഡാറ്റാസ് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഈ നമ്പർ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കോണ്ടാക്ട്സ്, നമ്പർ ഫിൽറ്റർ, ഇത് രണ്ടുമാണ് നമുക്ക് കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ ഡാറ്റ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആകുന്ന രണ്ട് ടൂൾസ്. ഓക്കെ, പിന്നെ വരുന്നത് അൺസബ്സ്ക്രൈബർ. അപ്പൊ നമ്മൾ ആദ്യം കണ്ടിരുന്നു, നമ്മളിപ്പോ ഒരു ബട്ടൺ മെസ്സേജസ് ഒക്കെ ചെയ്യുമ്പോൾ അൺസബ്സ്ക്രൈബർ ബട്ടൺ, അതായത് നമ്മുടെ മെസ്സേജിങ്ങിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അൺസബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് ആ ഒരു അൺസബ്സ്ക്രൈബേഴ്സിന്റെ ലിസ്റ്റ് ഇവിടെ കിട്ടും. അതുപോലെ നമ്മൾ മെസ്സേജ് കൊടുക്കുമ്പോഴും അൺസബ്സ്ക്രൈബേഴ്സിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് മെസ്സേജ് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അതാണ് അൺസബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലിപ്പായിട്ട് അടുത്ത പോർഷൻസ് കാണാം.